നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രവേശ് ബാഡ്ജ് നേടുന്നതിനുള്ള പാഠങ്ങളെക്കുറിച്ചാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. സ്കൗട്ട് ആദർശവാക്യം: തയ്യാർ, ബി പ്രിപ്പയർഡ്. നിങ്ങൾ എല്ലായ്പ്പോഴും ശാരീരികമായും മാനസികമായും ധാർമ്മികവുമായും നല്ല നിലവാരം പുലർത്തുന്നവരും ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിനും എപ്പോഴും തയ്യാറുള്ളവരുമാണെന്ന് സ്കൗട്ട് ആദർശവാക്യം സൂചിപ്പിക്കുന്നു. സ്കൗട്ട് ചിഹ്നം: നിങ്ങളുടെ വലതുകൈ തോളിന് നേരെ ഉയർത്തി കൈപ്പടത്തെ മുന്നോട്ട് നിവർത്തിപ്പിടിച്ച് തള്ളവിരലിനെ ചെറുവിരലിന് മുകളിൽ വയ്ക്കുക. നിവർത്തിപ്പിടിച്ചിരിക്കുന്ന 3 വിരലുകൾ പ്രതിജ്ഞയിലെ 3 ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. സ്കൗട്ട് ചിഹ്നം സ്കൗട്ട് പ്രതിജ്ഞ എടുക്കുന്ന അവസരത്തിലും മറ്റുള്ളവരുടെ ചിഹ്നദാന ചടങ്ങുകളിലും അഭിവാദ്യം ചെയ്യുമ്പോഴും കാണിക്കുന്നു. സ്കൗട്ട് സല്യൂട്ട്: സ്കൗട്ട് പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എല്ലാവരും അഭിവാദനത്തിനായി സ്കൗട്ട് സല്യൂട്ടിനെ ഉപയോഗിക്കുന്നു. ആദ്യം കാണുന്ന ആൾ സ്ഥാനവലിപ്പം കണക്കിലെടുക്കാതെ തന്നെ സല്യൂട്ട് ചെയ്യുന്നു. പതാക വന്ദന അവസരത്തിലും സ്കൗട്ട് സല്യൂട്ട് ചെയ്യുന്നു. ഇടതു കൈകൊണ്ടുള്ള ഹസ്തദാനം: ഒരു സ്കൗട്ട് മറ്റൊരു സ്കൗട്ടിനെ ഇടതു കൈനീട്ടി ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുന്നു. ആഫ്രിക്കയിൽ വെച്ച് BP ആശാന്തി വർഗക്കാരെ അമർച്ച ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടു. പരാക്രമികളായ ആശാന്തി വർഗക്കാർ BPയുടെ സന്നാഹങ്ങളെ വളരെ സമയത്തേക്ക് തടഞ്ഞു നിർത്തി. പിന്നീട് ആശാന്തി ഗോത്ര തലവൻ BPയെ ഇടതു കൈകൊണ്ട് ഹസ്തദാനം നൽകി. അവരുടെ ഗോത്രത്തിൽ ധീരന്മാരിൽ ധീരന്മാരായവരെ അന്യോന്യം ഇടതു കൈകൊണ്ട് ഹസ്തദാനം ചെയ്താണ് സ്വീകരിക്കാറ്. സ്കൗട്ടുകൾ സൗഹാർദ്ദത്തിന്റെയും ഏകതയുടെയും പ്രതീകമായി ഇതിനെ കാണുന്നു. സ്കൗട്ട് യൂണിഫോം ഭാഗങ്ങളെക്കുറിച്ച് അറിയുകയും അവ ശരിയായി ധരിക്കുന്നതിനെക്കുറിച്ച് അറിവുണ്ടാവുകയും ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്കൗട്ട് യൂണിഫോമിനെ പറ്റിയാണ്. സ്കൗട്ട് യൂണിഫോമിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സ്കൗട്ട് യൂണിഫോമിനെ പറ്റി പറയുമ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഷർട്ടിനെ പറ്റിയാണ്. സ്റ്റീൽ ഗ്രേ നിറമാണ് നമ്മുടെ ഷർട്ടിനുള്ളത്. അതിൽ 2 പാച്ച് പോക്കറ്റും അതുപോലെ 2 ഷോൾഡർ സ്ട്രാപ്പുകളും അടങ്ങിയതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന യൂണിഫോമിലെ ഷർട്ട് ഹാഫ് സ്ലീവ്സ് ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ പാൻസ് ആണ്. നേവി ബ്ലൂ നിറമാണ് നമ്മുടെ പാൻസിനുള്ളത്. അതിൽ 2 വശത്തായി 2 പ്ലീറ്റുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ പാന്റിൽ സൈഡിലായി 2 പോക്കറ്റുകളും പിൻവശത്ത് ഒരു പോക്കറ്റുമാണ് ഉള്ളത്. നമ്മുടെ പാന്റ് എപ്പോഴും ലൂസ് ആയിരിക്കണം. നമ്മുടെ മുട്ട് വരെ ഈസിയായി പൊക്കാൻ പറ്റുന്ന രീതിയിൽ ലൂസ് ആയിരിക്കണം അത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്യാപ്പാണ്. നമ്മുടെ ക്യാപ്പിന് പറയുന്ന പേര് ഡാർക്ക് ബ്ലൂ ബെലറ്റ് ക്യാപ്പ് ഒഫീഷ്യൽ ക്യാപ്പ് ബാഡ്ജ് ഓഫ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നാണ്. നമ്മൾ ക്യാപ്പ് ധരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ക്യാപ്പ് ബാഡ്ജ് എപ്പോഴും നമ്മുടെ ഇടത് കണ്ണ് നേരെ ആയിരിക്കണം വരേണ്ടത്. എന്നിട്ട് അതിന്റെ വലത് ഭാഗം അല്പം വലത്തോട്ട് ചരിച്ചാണ് നമ്മൾ നമ്മുടെ സ്കൗട്ട് ക്യാപ്പ് ധരിക്കാറ്. അതുപോലെ നമ്മുടെ ക്യാപ്പ് ധരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് കാണുന്ന മുടി കൈകൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത അത്ര രീതിയിൽ കട്ടി കുറഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ മുടി വെട്ടേണ്ടത്. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ബെൽറ്റാണ്. ബെൽറ്റ് ഗ്രേ നിറത്തിലുള്ള ഒരു നൈലക്സ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു ബ്രാസ് ബക്കിളും നൽകിയിട്ടുണ്ട്. ഈ ബ്രാസ് ബക്കിൾ നമ്മുടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഒഫീഷ്യൽ ബക്കിൾ അടങ്ങിയതാണ്. ഇത് സെന്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ബെൽറ്റ് ധരിക്കേണ്ടത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്കാർഫാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കാർഫിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പാണ്. ഈ സ്കാർഫ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിന്റെ പേരാണ് ഗോഗിൾ. അതേപോലെ സ്കാർഫിന്റെ 2 അറ്റം നമ്മൾ ബുട്ടേണിലോട്ടിട്ട് ബന്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബാഡ്ജസിനെ കുറിച്ചാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഷോൾഡർ ബാഡ്ജാണ്. നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പിൽ നിന്ന് അതിന് നേരെ താഴെയായി 1/2 സെന്റിമീറ്റർ വിട്ടാണ് നമ്മൾ ഷോൾഡർ ബാഡ്ജ് സ്റ്റിച്ച് ചെയ്യാറ്. ഇതാണ് ഷോൾഡർ ബാഡ്ജ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിറം വെള്ളയും ബോർഡർ നിറം ചുവപ്പുമാണ്. 6 മുതൽ 8 സെന്റിമീറ്റർ വരെ നീളവും 1.5 സെന്റിമീറ്റർ വീതിയുമുള്ളതാണ് ഷോൾഡർ ബാഡ്ജ്.
ഇതിൽ നമ്മുടെ ജില്ലാ അസോസിയേഷന്റെ പേരും അതുപോലെ നമ്മുടെ യൂണിറ്റിന്റെ സീരിയൽ നമ്പറുമാണ് അടങ്ങിയിട്ടുള്ളത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഷോൾഡർ സ്ട്രൈപ്പ് ആണ്. അല്ലെങ്കിൽ ഈ ഷോൾഡർ സ്ട്രൈപ്പ് തന്നെയാണ് നമ്മൾ പെട്രോൾ സ്ട്രൈപ്പ് എന്നും കൂടി പറയുന്നത്. ഈ ഷോൾഡർ സ്ട്രൈപ്പ് ഓരോരുത്തരുടെയും പെട്രോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ യൂണിഫോമിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഷോൾഡർ സ്ട്രൈപ്പ് ഹൗണ്ട് പെട്രോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഓരോ പെട്രോളിനും വ്യത്യസ്തമായ നിറങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ 2 സ്ട്രൈപ്പുകൾ തമ്മിൽ 2 സെന്റിമീറ്റർ വീതി, 2 സെന്റിമീറ്റർ വ്യത്യാസമുണ്ടാവും. അതുപോലെ ഈ ഓരോ സ്ട്രൈപ്പിനും 5 സെന്റിമീറ്റർ നീളവും 1.5 സെന്റിമീറ്റർ വീതിയുമാണ് ഉണ്ടാവുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ബാഡ്ജ് ആണ്. നമ്മുടെ മെമ്പർഷിപ്പ് ബാഡ്ജ് നമ്മുടെ ലെഫ്റ്റ് പാച്ച് പോക്കറ്റിന്റെ പ്ലീറ്റിന്റെ മധ്യത്തിലായാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇത് പച്ച നിറമാണ് നമ്മുടെ മെമ്പർഷിപ്പ് ബാഡ്ജിനുള്ളത്. അതിൽ നമ്മുടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ എംബ്ലവും നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് വേൾഡ് സ്കൗട്ട് ഓർഗനൈസേഷൻ ബാഡ്ജ് ആണ്. ഇത് റൈറ്റ് പാച്ച് പോക്കറ്റിലെ പ്ലീറ്റിന്റെ മധ്യത്തിലായാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പർപ്പിൾ കളറാണ് വേൾഡ് സ്കൗട്ട് ഓർഗനൈസേഷൻ ബാഡ്ജിന്റേത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നെയിം ബാഡ്ജ് ആണ്. അത് വലത് പാച്ച് പോക്കറ്റിന്റെ തൊട്ട് മുകളിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഈ നെയിം ബാഡ്ജ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നാഷണൽ ഫ്ലാഗ് ഒരിക്കലും കൂട്ടി സ്റ്റിച്ച് ചെയ്തു പോകരുത്. ഇവിടെ ഈ ഫ്ലാഗിന്റെ 2 അറ്റം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. മറ്റേ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത്. അടുത്തതായി നമുക്കറിയാം, നമ്മുടെ യൂണിഫോമിൽ പൂർണ്ണമാകുക എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇത് പൂർണ്ണമാകാൻ നമ്മൾ എപ്പോഴും ഷൂസും കൂടി ധരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ യൂണിഫോം പൂർണ്ണമല്ല. നമ്മുടെ യൂണിഫോമിൽ ഷൂ പ്ലെയിൻ ബ്ലാക്ക് ഷൂസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. വേറെ ഡിസൈനും ഇല്ലാത്ത പ്ലെയിൻ ബ്ലാക്ക് ഷൂസ്, ലേസ് ടൈപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. അതുപോലെ പ്ലെയിൻ ബ്ലാക്ക് സോക്സ് ആണ് നമ്മൾ ധരിക്കാറ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.